എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഗോസ്പൽ ഫോർ ഓൾ എന്ന യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഈ സമയം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ, ചർച്ച ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും എന്ന വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു: ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും. അപ്പോൾ ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനം, ഈ വാക്യത്തിൻ്റെ അർത്ഥം, അതിൻ്റെ തലങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഒരു പ്രിയ മാതാവ് എന്നോട് ചോദിച്ച ചോദ്യമാണ്: ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഇത് ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചാണ്. എന്താണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകത? അപ്പോൾ ആ ചോദ്യത്തെ മുൻനിർത്തിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വിഷയത്തെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്കറിയാം. ലൂക്കോസ് വൈദ്യനായിരുന്നു. മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്നും വിപരീതമായി പല വിഷയങ്ങൾക്കും അപഗ്രഥനം, വ്യാഖ്യാനം വ്യക്തമായ രീതിയിൽ ലൂക്കോസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോസ്തലനായ ലൂക്കോസ് അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് തൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ വേദഭാഗത്തിൽ താൻ ചില കാര്യങ്ങൾ പ്രത്യേകം വ്യക്തമാക്കുന്നുണ്ട്. അതിലേക്കാണ് പ്രാരംഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവരാജ്യം എപ്പോൾ വരും എന്ന പരീശന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിച്ചു. അപ്പോൾ ഈ ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും എന്നുള്ള ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുൻപായി തന്നെ അതിന് മുൻപുള്ള ചില വേദഭാഗങ്ങൾ കൂടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ വ്യാഖ്യാനം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ പരീശന്മാർ വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനടുത്ത് ചോദിച്ചു: നിന്റെ വരവ് എപ്പോഴാകും? ദൈവരാജ്യം എപ്പോൾ വരും? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പരീശന്മാരുടെ അടുക്കൽ പറയുകയാണ്: ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. പരീശന്മാർക്ക് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. നമുക്കറിയാം, ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവിക രാജ്യം, ദൈവരാജ്യം. അത് നമ്മുടെ ഇടയിലുണ്ട് എന്നാണ് കർത്താവായ യേശു പരീശന്മാരോട് പറഞ്ഞത്. പരീശന്മാർക്ക് അതിൻ്റെ ആകത്തുക അല്ലെങ്കിൽ വ്യക്തത ഉണ്ടായില്ലെന്നുള്ളത് മറ്റൊരു സത്യമാണ്. എന്നാൽ ശിഷ്യന്മാരോട് പിന്നത്തേതിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വരവിനെക്കുറിച്ചുള്ള അടയാളങ്ങളും അന്നുണ്ടാകുന്ന ചില സംഭവങ്ങളും യേശു കർത്താവ് വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഈ ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് വരാം. എങ്കിൽ മാത്രമേ ആ വിഷയം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ കർത്താവായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു: നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല താനും. എന്നിട്ട് പറയുകയാണ്: മിന്നൽ ആകാശത്തിന് കീഴെ തെക്കോട്ട ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ വരവിലാകും. എന്നാൽ ഈ തലമുറയിൽ അവനെ തള്ളിക്കളയുകയും വേണം. അപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു പ്രവചനാത്മാവിൽ പറയുകയാണ്: ഈ തലമുറയിൽ മനുഷ്യപുത്രൻ നിങ്ങൾ തള്ളിക്കളയും, നിങ്ങൾ മനുഷ്യപുത്രനെ ഉപേക്ഷിക്കും, അവനെ നിങ്ങൾ ഒറ്റിക്കൊടുക്കും, മനുഷ്യപുത്രനെ നിങ്ങൾ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഈ പറയുന്ന വാക്യത്തിൻ്റെ അർത്ഥം. എന്നാൽ അടുത്ത ഭാഗം കഴിഞ്ഞ ചില സംഭവങ്ങളെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. കഴിഞ്ഞ സംഭവം എന്താണ്? കഴിഞ്ഞ സംഭവം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിൽ സംഭവിക്കും. രണ്ട് കാര്യങ്ങളാണ് കർത്താവായ യേശു കഴിഞ്ഞ സംഭവമായിട്ട് പറയുന്നത്. ഒന്ന്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ കാലത്ത് സംഭവിക്കും. ഈ കൃപായുഗത്തിൽ നോഹയുടെ കാലത്ത് എന്താണോ നടന്നത് അതുപോലെ തന്നെ ഈ കാലത്തിൽ നടക്കും. എന്താണ് ഈ കാലത്തിൽ നടക്കുന്നത്? സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെടണം,
നിങ്ങൾ ഈ പെട്ടകത്തിലേക്ക് കയറണം. വലിയൊരു മഴ വരാൻ പോവുകയാണ്, ദൈവിക ന്യായവിധി വരാൻ പോവുകയാണ്. അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ പെട്ടകത്തിൽ കയറണം. ഏതാണ് ഈ പെട്ടകം? ക്രിസ്തുവെന്ന പെട്ടകത്തിലേക്ക് നിങ്ങൾ കയറണം. നിങ്ങൾ രക്ഷ പ്രാപിക്കണം. അതാണ് സുവിശേഷത്തിൻ്റെ ആത്മീയ മർമ്മം എന്ന് പറയുന്നത്. ക്രിസ്തുവെന്ന പെട്ടകത്തിൻ്റെ അകത്തേക്ക് കയറിയാൽ, ആ ദേഹമെന്ന തിരശ്ശീലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയും. അതാണ് നോഹയുടെ കാലത്ത് നോഹ പ്രസംഗിച്ച സുവിശേഷം. ആമേൻ. ഈ കാലത്ത് നമ്മൾ പ്രസംഗിക്കുന്നത് ക്രിസ്തുവേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചാണ്. ആ പെട്ടകമായി ക്രിസ്തുവിൽ ആര് പ്രവേശിക്കുന്നുവോ അവർക്ക് രക്ഷ ലഭിക്കും. അപ്പോൾ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ നമുക്കറിയാം, തെരുക്കോണുകളിലും റോഡ് സൈഡിലും ഒക്കെ നിന്ന് ദൈവദാസന്മാർ നോഹ വിളിച്ചു പറഞ്ഞതുപോലെ രക്ഷയുടെ സുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അടുത്ത ഭാഗം കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. അടുത്തത് നോഹയുടെ കാലത്തെ കാര്യമല്ല, ലോത്തിന്റെ കാലത്തെ സംഭവത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. പിന്നോക്കം തിരിയരുത് എന്നാണ് കർത്താവായ യേശു അവിടെ വെളിപ്പെടുത്തുന്നത്. പിന്നോക്കം തിരിയരുത്, നിങ്ങൾ തിരിഞ്ഞു പോകരുത്. അതിൻ്റെ 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്നും തീയും ഗന്ധകവും പെയ്തു, എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. മനുഷ്യപുത്രനായ ക്രിസ്തുവേശു വെളിപ്പെടുന്ന നാളിൽ ഒരു ന്യായവിധി ഉണ്ടാകുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ പിന്നോക്കം തിരിയരുത്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ എന്ന് ആരംഭത്തിൽ പറഞ്ഞെങ്കിലും രണ്ടാമതായിട്ട് പറയുകയാണ്, നിങ്ങൾ പിന്നോക്കം തിരിയരുത്, ലോത്തിന്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. അപ്പോൾ നോഹയുടെ കാലത്ത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ആദ്യത്തെ വിഷയം കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ, രണ്ടാമത്തെ വിഷയം കർത്താവായ യേശു പറയുന്നു, ലോത്തിന്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തുകൊള്ളണം. എന്താണ് ലോത്തിന്റെ ഭാര്യ ഓർക്കണമെന്ന് പറയുന്നത്? ലോത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ, നഷ്ടപ്പെട്ടു പോയ നന്മകളെ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ലോത്തിന്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ വഴിയിൽ വെച്ച് തന്നെ നിങ്ങൾ തകർന്നു പോകും. അതുകൊണ്ടാണ് നിങ്ങൾ ലോത്തിന്റെ ഭാര്യയെ ഓർക്കേണ്ടത്. ആമേൻ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ നിങ്ങൾ ചുംബിക്കണം, പുത്രനെ നിങ്ങൾ ചുംബിക്കണം, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് നശിച്ചു പോകും. പുറകോട്ട് നോക്കരുത്, പിന്മാറ്റത്തിൽ പോകരുത്. ദൈവം വിളിച്ചിറക്കിയത് വലിയ ന്യായവിധിയിൽ നിന്നുമാണെങ്കിൽ ആമേൻ, അതിലേക്ക് നിങ്ങൾ തിരിച്ചു പോകരുത്. ആ ന്യായവിധിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകരുത്. പാപം ചെയ്യുന്ന മരിക്കും എന്നുള്ളത് ദൈവിക ചട്ടമാണ്, ദൈവിക നിയമമാണ്. പാപം ചെയ്യുന്നവൻ ന്യായവിധി ഉണ്ടെന്നുള്ളതും ദൈവിക നിയമമാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു പറയുകയാണ്, നിങ്ങൾ പുറകോട്ട് നോക്കരുത്, പുറകോട്ട് നിങ്ങൾ പോകരുത്. അവിടെ ന്യായവിധി ഉണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. അത് എപ്പോൾ എന്ന് അതിനു മുൻപായിട്ട് കർത്താവായ യേശു ക്രിസ്തു ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. അങ്ങനെ രണ്ടുപേരുള്ള ഒരു സ്ഥലത്തു നിന്നും ഒരാളെ മാത്രം എടുക്കും എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതിയോളം ആളുകൾ കൈവിടപ്പെടുമെന്നാണ് കർത്താവായ യേശു പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഏകദേശം പകുതിയോളം ആളുകൾ കൈവിട്ടു പോകും. കർത്താവിൻ്റെ വരവെങ്കിൽ, മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകുന്ന വലിയൊരു കൂട്ടം ജനമുണ്ട് എന്നുള്ള കാര്യം, ആ വസ്തുത നമ്മൾ മറന്നു പോകരുത്. അടുത്ത ഭാഗത്തേക്ക് വരുന്നു. അപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, കർത്താവേ, എവിടെ എന്ന് ചോദിച്ചു. എവിടെ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. എവിടെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവായ യേശു ക്രിസ്തു തുടർന്ന് പറയുകയാണ്. അപ്പോൾ എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമല്ല, എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമല്ല, എവിടെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും. അപ്പോൾ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടെ ശവമുണ്ടോ അവിടെ കഴുക്കൾ കൂടും. അപ്പോൾ കഴുക്കൾ എന്താണെന്ന്, അല്ലെങ്കിൽ കഴുകൻ എന്താണെന്നുള്ള കാര്യം ആരംഭത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കഴുകൻ, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കഴുകനെ കുറിച്ച് വായിക്കുന്നുണ്ട്. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ
4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. കഴുകന്മാരുടെ ചിറകിൽ നിങ്ങളെ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് കഴുകന്മാരുടെ ചിറകിലാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതൊരു ഉപമാ അലങ്കാരമാണ്, അലങ്കാര പ്രയോഗമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അല്ലാതെ കഴുകന്റെ മുകളിലല്ല ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നത്. എന്നാൽ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ചു എൻ്റെ അടുക്കൽ നിങ്ങളെ കൊണ്ടുവന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കഴുകന് ചിറകുണ്ട്, ചിറകിൽ അതിനെ വഹിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. 2-ാമത്തെ ഭാഗം അത് ന്യായവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. റിവലേഷൻ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു മടങ്ങി വരുമ്പോൾ അറുക്കപ്പെടാൻ പോകുന്നവരുടെ മൃതദേഹങ്ങളിൽ വിരുന്നു വരുന്ന പക്ഷികളുടെ ചിത്രം നമ്മൾ അവിടെ കാണുകയാണ്. അപ്പോൾ അറുക്കപ്പെടാൻ പോകുന്ന, ന്യായവിധിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ മേൽ കഴുകൻ കടന്നു വരുന്ന ഒരു ചിത്രം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് ന്യായവിധിയെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കഴുകനെ കാണിക്കുന്നത് ന്യായവിധിയോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇയ്യോബിന്റെ പുസ്തകം 39-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു, നിന്റെ വിവേകത്താലോ പരുന്ത് പറക്കുകയും ചിറക് തെക്കോട്ട് വിടർക്കുകയും ചെയ്യുന്നത്, നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവെക്കുകയും ചെയ്യുന്നത്, അത് പാറയിൽ കുടിയേറി പാർക്കുന്നു, പാറ മുകളിലും ദുർഗങ്ങളിലും തന്നെ. അവിടെ നിന്ന് അത് ഇരത്തിരയുന്നു, അതിൻ്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു, അതിൻ്റെ കുഞ്ഞുങ്ങൾ ചോര വലിച്ചു കുടിക്കുന്നു. അപ്പോൾ കഴുകനെ കുറിച്ച് പറയുകയാണ്, കഴുകൻ ഇര തേടുന്നത് ഒരുപാട് മുകളിൽ നിന്നുമാണ്. മാത്രമല്ല കഴുകൻ പാർക്കുന്നത് പാറയുടെ മുകളിലും പാറയുടെ പിളർപ്പിലുമാണ്. പാറപ്പുറത്താണ് അത് വസിക്കുന്നത് എന്നവിടെ പറയുന്നു. കഴുകന്റെ കുഞ്ഞുങ്ങൾ ചോര വലിച്ചു കുടിക്കുന്നു എന്നും അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 39-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. അപ്പോൾ അവിടെ കഴുകനെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഴുകൻ എവിടെയാണ് പാർക്കുന്നത്? അത് ഉയരത്തിൽ പാർക്കുന്നു. ഉയരത്തിൽ നിന്നുകൊണ്ടാണ് അത് അതിന് ആഹാരം കണ്ടെത്തുന്നത്. ഉയരത്തിൽ നിന്നുമാണ് അത് അതിൻ്റെതായ പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പോൾ തന്നെ പറയുകയാണ്, അത് പാറ മുകളിൽ കുടിയേറി രാപാർക്കുന്നു, അതിൻ്റെ ദുർഗങ്ങളിൽ അത് രാപാർക്കുന്നു. ഏതാണ് ഈ പാറ? കഴുകൻ സ്തോത്രം നമ്മളോട് ഉപമിച്ചു കഴിഞ്ഞാൽ പാറ ക്രിസ്തുവിനോട് ഉപമിക്കേണ്ടി വരും. ദൈവമക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവാകുന്ന പാറമേലാണ് ആയിരിക്കുന്നത്. ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനം ഇടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് എന്ന പാറയിലാണ് നമ്മൾ വസിക്കുന്നത്. നമ്മുടെ സങ്കീർണ്ണ നഗരം കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്നാണ് തിരുവചനത്തെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ വസിക്കുന്നത് പാറമേലാണ്. പാറയിലാണ് നമ്മൾ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. പാറമേലാണ് വീടിന് അടിസ്ഥാനമിടേണ്ടത്. അപ്പോൾ പാറ കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവേശുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ക്രിസ്തുവേശുവിലാണ് നമ്മൾ ഇരിക്കുന്നത്. ക്രിസ്തുവേശുവിലാണ് നമ്മൾ ചരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരുന്നു. ആമേൻ. അപ്പോൾ കഴുകൻ ആരാണെന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കേണ്ടതുണ്ട്. കഴുകന്മാരുടെ വലിയ കൂട്ടം ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശത്തെ വരെ ഒരു പരിധി വരെ മറയ്ക്കുവാൻ കഴിയുമെന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. കാരണം ഒരുപാട് കഴുകന്മാർ ചിറക് വിടർത്തി കഴിഞ്ഞാൽ മേഘങ്ങൾ വന്ന് മറയുന്നത് പോലെ സൂര്യൻ്റെ പ്രകാശത്തെ മറയ്ക്കുവാൻ കഴിയും. കഴുകന് അത്രത്തോളം വിശാലമായി ചിറകാണ്. കഴുകനെപ്പോഴും ഉയരത്തിലാണ് ഇരിക്കുന്നത്. അത് എപ്പോഴും ഇരയെ നോക്കുന്ന താഴേക്കാണ്, എന്നാൽ അതെപ്പോഴും ഉയരത്തിലാണ് വസിക്കുന്നത്. ദൈവമക്കൾക്ക് അതിൽ നിന്നും ഒരു ദൂത് പറയാനുണ്ട്. നമ്മൾ വസിക്കുന്നത്, നമ്മൾ ചരിക്കുന്നത് ഉയരത്തെ നോക്കിയാണ്. ഉയരത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഭൂമിയിലേക്ക് നമ്മുടെ കണ്ണു വരുന്നത് ആഹാരത്തിന് വേണ്ടിയോ നന്മകൾക്ക് വേണ്ടിയോ മാത്രമാണ്. എന്നാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചിന്താധാരകൾ എല്ലാം ക്രിസ്തുവേശുവിലാണ്. അത് ഉയരത്തിലുള്ള ചിന്തകളാണ്. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ചിന്തകൾ ഉയരത്തിലുള്ളതാണ്.
ആമേൻ. ഉയരത്തിൽ ഉള്ള ആത്മീയ നന്മകളെ കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. അപ്പോൾ താഴേക്ക് നമ്മൾ കണ്ണുവെക്കുന്നത് അല്ലെങ്കിൽ ദൃഷ്ടി പതിപ്പിക്കുന്നത് ആഹാരത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും ഉയരത്തിലായിരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ കഴുകന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എപ്പോഴും ഉയരത്തിൽ തന്നെയാണ്. രണ്ട് രീതിയിലുള്ള കഴുകന്മാരുണ്ട്. ജീവനുള്ളവയെ ഭക്ഷിക്കുന്ന കഴുകന്മാരുണ്ട്. അപ്പോൾ തന്നെ ചത്തതിനെ, ജീർണിച്ച് തുടങ്ങിയതിനെ ഭക്ഷിക്കുന്നതുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലുള്ള കഴുകന്മാരുണ്ട്. അത് രണ്ട് ആത്മീക അനുഭവങ്ങളെയാണ് കാണിക്കുന്നത്. ജീവനുള്ളതിനെ എന്ന് പറഞ്ഞാൽ ചാകാറായതിനെയോ പിടച്ചിലോടുകൂടെ കിടക്കുന്നതിനെയോ ഒക്കെ തിന്നുന്നവരുണ്ട്. നമുക്കറിയാം, കോഴിക്കുഞ്ഞിനെയൊക്കെ കഴുകൻ പരുത്തൊക്കെ വന്ന് റാഞ്ചി എടുത്തുകൊണ്ട് പോകും. അത് ജീവനുള്ളതിനെ കൊത്തിപ്പറിച്ച് തിന്നുന്നതാണ് അങ്ങനെയുള്ള കഴുകന്മാർ, അങ്ങനെയുള്ള പരുന്തുകളൊക്കെ. എന്നാൽ ജീവനില്ലാത്തതിനെ തിന്നുന്നതുണ്ട്. അത് രണ്ടും രണ്ട് ആത്മീയ അവസ്ഥയാണ് കാണിക്കുന്നത്. ചത്തതിനെ തിന്നുന്നവരുണ്ട്, അപ്പോൾ തന്നെ ജീവനുള്ളതിനെ ഭക്ഷിക്കുന്നവരുണ്ട്. നമ്മൾ ഭക്ഷിക്കുന്നത് ജീവനുള്ളവനായ ക്രിസ്തുവേശുവിനെയാണ്. നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് ജീവന്റെ അപ്പമായ ക്രിസ്തുവേശു തന്നെയാണ്. ആമേൻ. മരിച്ചതിനെ, ചത്തതിനെ, ഈ ലോകപ്രകാരമുള്ളതിനെ അല്ല ദൈവമക്കൾ ഭക്ഷിക്കുന്നത്. അതിൻ്റെ നന്മയല്ല ദൈവമക്കൾ അനുഭവിക്കുന്നത്. ജീവനുള്ളവനായ ക്രിസ്തുവിൻ്റെ നന്മയാണ് ജീവനുള്ള അപ്പം. കർത്താവായ യേശു പറഞ്ഞല്ലോ, ആമേൻ, ഞാൻ മന്നയാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ജീവന്റെ അപ്പമായി ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവരാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും. ഞാൻ മടങ്ങി വരട്ടെ. അങ്ങനെയാണെങ്കിൽ കഴുകനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി ശവം എന്താണ് എന്നുകൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ശവം എന്ന പ്രയോഗം രണ്ട് രീതിയിലാണ് രണ്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു രീതിയിലും, അപ്പോൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു രീതിയിലുമാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? മത്തായിയുടെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫോർ wherever the carcass എന്നാണ്. കാർക്കസ് എന്നുള്ള പദം ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാർക്കസ് എന്ന് പറഞ്ഞാൽ ശവം എന്നാണ് അതിൻ്റെ അർത്ഥം. കാർക്കസ്. ആമേൻ. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് കാർക്കസ് എന്നല്ല, അതിൻ്റെ ആംഗലേയ പദം എന്ന് പറയുന്നത് കാർക്കസ് എന്നതല്ല. ആമേൻ. മറിച്ച് ആമേൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, ആമേൻ, where the body is there the eagle will be gathered together എന്നാണ് അവിടെ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കഴുകനായിരിക്കുന്നത് എവിടെയാണ് എന്നവിടെ വായിക്കുന്നു? ബോഡി ഉള്ളിടത്ത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ശവം ഉള്ളിടത്ത് എന്ന് പറയുന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ബോഡി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. ശരീരമുള്ളിടത്ത്, ദൈവത്വമുള്ളിടത്ത്, ആമേൻ, ആമേൻ, ദൈവ സാന്നിധ്യമുള്ളിടത്ത് ഈ കഴുക്കൾ ഒരുമിച്ച് കൂടും. ആമേൻ. അപ്പോൾ തന്നെ ആമേൻ, ഈ കഴുക്കൾ ഒരുമിച്ച് കൂടാൻ കാരണം എന്താണ്? അവിടെ ദേഹത്തോടുകൂടെ ഒരാൾ വെളിപ്പെട്ട് വരികയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. ആമേൻ. ദേഹസഹിതനായി അവൻ അവിടെ ഇറങ്ങി വരികയാണ്. ദേഹത്തോടുകൂടെ അവനെ നമ്മൾ കാണാൻ പോവുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പ്രവചനം 40-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യെശയ്യാവിന്റെ പ്രവചനം 40-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ച് കയറും, ആമേൻ, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു കഴുകനെ പോലെ ചിറകടിച്ച് നമ്മൾ ആകാശ മേഘങ്ങളിലേക്ക് കയറാൻ പോവുകയാണ്. എപ്പോഴാണ്? ദേഹമായി ആമേൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ, ഒരു കള്ളനെ പോലെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുന്ന സമയത്ത് നമ്മൾ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടാൻ പോവുകയാണ്. അതെ, ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടും. അങ്ങനല്ല പറയേണ്ടത്. ദേഹമുള്ളയിടത്ത്, ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത്, ക്രിസ്തുവേശു ഇറങ്ങി വരുന്നിടത്ത് കഴുകന്മാരെ പോലെ നമ്മൾ ചിറകടിച്ച് കയറും. ക്രിസ്തുവേശുവിൽ ആശ്രയം വെച്ച ഈ മരുഭൂമി യാത്രയിൽ മുന്നോട്ട് പോകുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഈ സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോസ്പൽ ഫോർ ഓൾ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രാർത്ഥനയിൽ പങ്കാളികളാവുക. നമ്മുടെ എല്ലാവിധ സുവിശേഷ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് ചേരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.